ഇനി ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് നൂൽപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഈ ഒരു നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഡബ്ലോസിൻ്റെ ഈസി ഇടിയപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കാം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊടി എടുത്തത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നൂൽപുട്ടിന് എടുക്കുന്ന വറുത്ത അരിപ്പൊടി എടുത്ത് അതിൽ നമ്മൾ ഒഴിക്കുന്ന ആ ചുടുവെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. അതിന് പകരം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ബീട്രൂട്ട് അരച്ച് ചേർത്താലും മതി. ഇവിടെ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് ആ ജ്യൂസിലാണ് നൂൽപുട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ജ്യൂസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അതിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പം ബീട്രൂട്ടൊക്കെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം. അങ്ങനെ മൊത്തം 1.5 കപ്പ് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിന് 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ജ്യൂസ് കുറേശ്ശായിട്ട് ഒഴിച്ച് പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്താലേ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള തട്ടുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ നൂൽപുട്ടിൻ്റെ അച്ചിൽ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതവിടെ നൂൽപുട്ട് എല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ 1 കപ്പ് പൊടിയുടെ അളവിൽ എനിക്ക് 10 നൂൽപുട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നൂൽപുട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇതിലൊരു സമയത്ത് 6 എണ്ണ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. 6 തട്ട് നമ്മൾ എക്സ്ട്രാ വാങ്ങിയതായിരുന്നു. അങ്ങനെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഉണ്ടാക്കി വെച്ചാൽ ആദ്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക്
ബാക്കി നൂൽപുട്ടും കൂടി വേവിക്കാൻ വെക്കാം. നൂൽപുട്ട് വേവിക്കാൻ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ നൂൽപുട്ടൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഈ നൂൽപുട്ട് നമുക്ക് കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാലും മധുരമൊക്കെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റാണ് നമ്മളെ നൂൽപുട്ട്. അപ്പോൾ ഈ രീതിയിൽ നൂൽപുട്ട് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.